നടി മല്ലിക സുകുമാരന്റെ മുൻ ഭർത്താവായിരുന്നു നടൻ ജഗതി ശ്രീകുമാർ. പ്രണയിച്ച് വിവാഹം ചെയ്തവരായിരുന്നു ഇവർ. പക്വതയില്ലാത്ത പ്രായത്തിലെടുത്ത തീരുമാനമായിരുന്നു ഇതെന്നാണ് മല്ലിക സുകുമാരൻ പറയാറുള്ളത്. ജഗതി ശ്രീകുമാറുമായുള്ള വിവാഹത്തെക്കുറിച്ചും പിരിയേണ്ടി വന്നതിനെക്കുറിച്ചും ഒരിക്കൽ മല്ലിക സുകുമാരൻ പറഞ്ഞ വാക്കുകളാണിപ്പോൾ ശ്രദ്ധ നേടുന്നത്. ഞങ്ങൾ പ്രണയത്തിലാകുന്നത് വീട്ടിൽ ആരും സമ്മതിക്കില്ലെന്ന് എനിക്ക് തോന്നി. അദ്ദേഹം ഒരു സുപ്രഭാതത്തിൽ എന്നെയും കൊണ്ട് വീട്ടിൽ ചെന്നിറങ്ങി. വീട്ടിൽ കയറ്റിയെങ്കിലും അത്ര ഒരു സന്തോഷത്തോടെയുള്ള സ്വീകരണമൊന്നും ആയിരുന്നില്ല. രജിസ്റ്റർ മാരേജ് കഴിഞ്ഞിട്ട് മല്ലികയുടെ അച്ഛനെയും അമ്മയെയും കാണാമെന്ന് പറഞ്ഞു. പക്ഷേ ആ കാണലിന് പിന്നെ ആരും മുൻകൈയെടുത്തില്ല. അച്ഛനെയും അമ്മയെയും കാണാതെ ഞാൻ 5 വർഷക്കാലം ജീവിച്ചു. കുറച്ചുകാലം അവിടെ ജീവിച്ചപ്പോൾ സാമ്പത്തികമായി പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. അത് ആരുടെയും കുറ്റമല്ല, സ്വാഭാവികം. പുള്ളിക്ക് ജോലിയില്ല. ഞാനും അദ്ദേഹവും ഈ വീട്ടിൽ താമസിക്കുന്നു. അവരുടെ അനിയനും അനിയത്തിയുമുണ്ട്. അവർക്കും പരിമിതികളില്ലേ? ഒന്നും സമ്പാദിക്കാതെ അവിടെ കഴിയുന്നതിൽ അദ്ദേഹത്തിന് ഈഗോയായി. ആ ഇടയ്ക്ക് ഉത്തരായനം എന്ന സിനിമയിൽ എനിക്ക് അവസരം ലഭിച്ചു. പിന്നീട് താനും ജഗതിയും മദ്രാസിലേക്ക് താമസം മാറിയെന്നും മല്ലിക സുകുമാരൻ ഓർത്തു. ഞങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ടാകാൻ പ്രധാന കാരണം സാമ്പത്തിക പ്രശ്നമായിരുന്നു. എന്റെ കയ്യിലുണ്ടായിരുന്ന സ്വർണങ്ങളൊക്കെ കൊടുത്തു. അതിൽ അദ്ദേഹത്തിന് കുറ്റബോധമുണ്ടായിരുന്നു. അദ്ദേഹത്തിന് പടങ്ങളായി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും ഇടപെടൽ വരാൻ തുടങ്ങി. എന്താണ് ഓണത്തിന് വരാത്തത് എന്നെല്ലാം ചോദിക്കും. എന്നോട് സംസാരിക്കാൻ ആരുമില്ല. അദ്ദേഹം ഷൂട്ടിംഗ് കഴിഞ്ഞാൽ കുറച്ചു ദിവസം വീട്ടിൽ പോയി നിൽക്കും. ഞാൻ ജോലിക്കാരിക്കൊപ്പം മദ്രാസിൽ. അകൽച്ചയായി എന്ന് തോന്നിയപ്പോൾ എനിക്ക് നിൽക്കക്കള്ളി ഇല്ലാതെയായി. മറ്റു ബന്ധങ്ങളെക്കുറിച്ചും മറ്റും ഞാൻ അറിഞ്ഞിരുന്നു. അതൊന്നും ഞാൻ ചോദിച്ചിട്ടില്ലായിരുന്നെന്നും മല്ലിക സുകുമാരൻ പറഞ്ഞു. സിനിമാടെക്കിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു നടി.